വെക്കേഷൻ ഫെയ്ത്ത് ഫെസ്റ്റ്. ഇന്നത്തെ ചിന്താ വിഷയത്തിലേക്ക് സ്വാഗതം. സ്നേഹമോളെ ചക്കരമുത്തി ഉമ്മകളായിരം തന്നീടാം. ദൈവവചനം സ്വന്തമാക്കിടാനോടിവാ, ഓടിവാ, ഓടി ഓടിവാ. അമ്മേ, എന്ത് രസമായി ബൈബിൾ! എന്തോരം കഥകളാണിതിൽ. കഥ മാത്രമല്ല, നാടകവും ഡാൻസും ചരിത്രവും സാഹിത്യവും യുദ്ധങ്ങളും എല്ലാം നമ്മുടെ ബൈബിളിലുണ്ട്. എന്താ അമ്മേ എന്നെ നേരത്തെ ബൈബിൾ കഥകൾ പഠിപ്പിക്കാഞ്ഞത്? മോളെ, നീ എന്റെ ഉദരത്തിലായിരിക്കുമ്പോൾ ഞാനും നിന്റെ പപ്പായും പറഞ്ഞു തന്നിട്ടുള്ളതെല്ലാം ബൈബിൾ കഥകളായിരുന്നു. ബൈബിൾ വായിച്ചറിഞ്ഞ് പഠിക്കുന്നതാ അതിന്റെ ഒരു ത്രില്ല്. ബൈബിൾ തമാശയല്ല, ഇതൊരു കഥാപുസ്തകവുമല്ല. ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയ സമ്മാനമാണ് അവിടുത്തെ വചനം. അതൊക്കെ നമുക്കറിയാം. എന്റെ പൊന്നുമോൾ എല്ലാ ദിവസവും ബൈബിള് വായിക്കണം, പഠിക്കണം. ആട്ടവും പാട്ടും ഗെയിമും കൂടെ കുറെ വചനവും പഠിച്ചു. എന്നാലും കുറവുകളൊക്കെ നിറവുകളാക്കാൻ ദൈവം ഒരുക്കിയ ആഘോഷ ദിനങ്ങൾ വരവായി മോളെ. അമ്മേ, ഈ വർഷം ബൈബിൾ മൊത്തം പഠിക്കല്ലേ? പയ്യെ തിന്നാൽ പനയും തിന്നാം. നമുക്ക് ഈ വർഷം ബൈബിളിലെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തിയിൽ തുടങ്ങാം. സൃഷ്ടികർമ്മം പൂർത്തിയാക്കിയ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിൽ പരിതപിച്ചു. തന്റെ സൃഷ്ടികളെ മുഴുവൻ ഭൂമുഖത്തു നിന്നും തുടച്ചു മാറ്റുവാൻ തീരുമാനിച്ചു. സൃഷ്ടിയുടെ ദുഷ്ടത സൃഷ്ടാവിനെ ദുഃഖിപ്പിച്ചു. എന്നാൽ ഒരു മനുഷ്യൻ കർത്താവിന്റെ പ്രീതിക്ക് പാത്രമായി. ഏയ്, നാട്ടിൽ എന്തൊക്കെയോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. വൻമരമായ ഗോഫേർ വെട്ടി വീഴ്ത്തി ആരോ പെട്ടകം പണിയുന്നു. നമ്മുടെ കൂടെ കൂടാത്ത തലയ്ക്ക് സുഖമില്ലാത്ത കിളവനും അവന്റെ 3 മക്കളും കൂടെയാണ് പെട്ടകം പണിയുന്നത്. 500 കഴിഞ്ഞാലേ ബുദ്ധി ഓർമ്മയൊക്കെ അടിച്ചു പോവും. മഴമേഘങ്ങൾ ഭൂമിയോട് കലഹിച്ചിട്ട് പോയിട്ട് കാലങ്ങളായി. നദികൾ വറ്റി വരണ്ടു. സമുദ്രത്തിലൂടെ നമ്മൾ നടവഴി തീർത്തു. പിന്നെ എന്തിനാണ് ഇപ്പോൾ ഒരു പെട്ടകം? കടലിലൂടെ നടക്കാൻ പെട്ടകം ഉണ്ടാക്കിയ വിഡ്ഢിയുടെ കഥ ഓർത്തോർത്ത് ചിരിക്കാം നമുക്ക്. ആരവിടെ? മുന്നൂറ് മുഴം നീളത്തിൽ, 50 മുഴം വീതിയിൽ, 30 മുഴം ഉയരത്തിൽ ഗോഫേർ മരം കൊണ്ട് നമ്മുടെ രാജ്യത്തൊരു മണ്ടൻ വലിയൊരു പെട്ടകം പണിതിരിക്കുന്നു. അവനും അവന്റെ മക്കളും കിളികളെയും കാട്ടുമൃഗങ്ങളെയും പിടിക്കാനിറങ്ങിയിരിക്കുന്നു. വെള്ളപ്പൊക്കം ഉണ്ടായി നമ്മളും ഈ നാടുമെല്ലാം നശിക്കുമെന്ന് അവര് വീമ്പളക്കുന്നു. വെള്ളപ്പൊക്കം ഉണ്ടാകും പോലും കുടിവെള്ളം കിട്ടാക്കനിയായി ഈ നാട്ടിലാണോ ഒരു വെള്ളപ്പൊക്കം? കഷ്ടം. എല്ലാരും ആ മനുഷ്യനെ കളിയാക്കി കൊന്നു കാണും. 2018 നമ്മുടെ പ്രളയം മറക്കില്ല. അദ്ദേഹത്തെ എല്ലാവരും ട്രോളിക്കൊന്നു. 2018, ഇതതുക്കും മേലെ. ഭൂമി മുഴുവൻ വെള്ളത്തിൽ മുങ്ങി. പർവ്വതങ്ങൾ പോലും മുങ്ങിപ്പോയി. 150 ദിവസം നീണ്ടുനിന്ന വെള്ളപ്പൊക്കമായിരുന്നു. അയ്യോ, അപ്പോൾ എല്ലാവരും മരിച്ചു കാണുമല്ലോ. ദൈവം വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിച്ച ആ നീതിമാനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കേൾക്കാനും കാണാനും കൊതിയാവുന്നു.